ഹലോ. എപ്പോഴും ഞാൻ വീടിന്റെ അകത്ത് കുക്ക് ചെയ്തല്ലേ നിങ്ങൾ എല്ലാവരും കാണാറ്. ഇന്നിപ്പോ ഞാൻ വെറൈറ്റി ആയിട്ട് നമ്മുടെ ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ആണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് സെറ്റ് ചെയ്ത് തന്നത്. ഐ ആം സോ എക്സൈറ്റഡ്. അപ്പൊ നമുക്ക് ശടപടയും തുടങ്ങിയാലോ. ഇന്നത്തെ വിഭവം ബീഫും എല്ലും കപ്പയാണ്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പായോ. ദേ നോക്കിയേ, ഇതുപോലൊരു ആംബിയൻസിൽ നിന്നും കുക്ക് ചെയ്യാൻ എന്ത് രസമല്ലേ. കൂടെ ചങ്ക് ഫ്രണ്ട്സ് കൂടി ഉണ്ടാകുമ്പോൾ ഇരട്ടി സന്തോഷമല്ലേ. ഞങ്ങൾ എല്ലാവരും കൂടി തമാശയും കളിയും ചിരിയും കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പാചകം ഇവിടെ തകൃതിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് മഴ പെയ്യുമോ എന്നുള്ളൊരു ചെറിയ പേടിയൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്നാ മഴ പെയ്തിട്ടില്ല ഇപ്പോ. അതുകൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയറും ഈ കാലാവസ്ഥയും കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ദാ ബീഫ് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് 2 കിലോ ബീഫും എല്ലും ചേർത്ത് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ നമ്മുടെ വലിയ 1 ടേബിൾ സ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നെ ഒരു വലിയ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. കുറച്ച് സവാള അരിഞ്ഞത് ചേർത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഒരു 4-5 പച്ചമുളക് ചീന്തിയതും പിന്നെ ദാ ഇഞ്ചി ചതച്ചതും ചേർത്തിട്ട് നന്നായി ഒന്ന് അടച്ചു വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോ ഫ്ലെയിം നല്ല ഹൈ ആയി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 6 വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ദാ കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കപ്പ വേവിക്കാനായിട്ട് കപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ കപ്പയാണ്. അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ കലം ഇത്തിരി ചെറുതായിപ്പോയി, കപ്പ കുറച്ച് കൂടുതലായിപ്പോയി. അതുകൊണ്ട് കുറച്ച് കപ്പ ഞാൻ മാറ്റി വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വാഴയിലിട്ട് അടച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും ദാ നമ്മുടെ ബീഫ് വെന്ത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കപ്പയും വെന്ത് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഊറ്റി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് എല്ലും കപ്പയും റെഡിയാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു ചരിവം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് പൊട്ടി തുടങ്ങിയപ്പോൾ ഒരു 6 സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത് അങ്ങോട്ട് ചേർത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചീന്തിയതും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട്. പട്ട ഗ്രാമ്പൂ ചതച്ചതാണ്. പിന്നെ അരമുറി നാളികേരം ചിരകിയതും ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 3 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തു. 1 വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 വലിയ ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അത് ചേർത്ത് നന്നായിട്ട് കരിയാതെ നല്ലപോലെ മൂത്ത് മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പൊ നമ്മുടെ മസാല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫും എല്ലും നല്ലപോലെ ചേർത്ത് ഇതിലേക്ക് കൊടുത്ത് ഇളക്കി ഒന്ന് തുറന്ന് വെച്ച് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായി ഒന്ന് വറ്റി വരണം. ഇപ്പൊ നമ്മുടെ ഗ്രേവി ഒരു പകുതി വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് എല്ലാം വറ്റിച്ച് കളയരുത്. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ബാക്കിയുള്ള ഗ്രേവിയിൽ നമ്മുടെ കപ്പയും എല്ലും ബീഫും കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നല്ല മിക്സിങ് ചെയ്യണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വറ്റി വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ദമ്മിട്ട് കൊടുക്കാം. സവാള പൊടി അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ നാടൻ ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ദമ്മ് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ ബീഫും എല്ലും കപ്പയും ദാ ഒന്നിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ചെടുക്കുമ്പോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ, വാവ്, സ്വർഗം തന്നെ. നല്ല മസാലയുടെ മണം ഇങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട്. ഒരു രക്ഷയില്ലാട്ടോ. ഈ ഭാഗത്ത് നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. ഫൈനലി കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പിടി പിടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മുടെ ബീഫും എല്ലും കപ്പയും റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു ആംബിയൻസിൽ ഇരുന്ന് ഫ്രണ്ട്സുമായിട്ട് 1-2 കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്തുകൊണ്ട് സമയം പോയതേ ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇപ്പൊ എല്ലാവർക്കും ചെറിയ വിശപ്പിന്റെ വിളിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോവുകയാണ്.
നല്ല ചൂടുണ്ട് കേട്ടോ, തൊടാനേ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് കഴിച്ചപ്പോൾ വയറും മനസ്സും ഒക്കെ നന്നായിട്ട് നിറഞ്ഞു. മഴ ഞങ്ങളെ ചതിച്ചില്ല കേട്ടോ, കാലാവസ്ഥ നല്ല അനുകൂലമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.